നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്കാണോ ഈ ലോകത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പോലും സംശയിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് മൂന്നാം ലോകമഹായുദ്ധത്തിലേക്കാണോ ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ചോദ്യം. എൻ്റെ ഒരു അനുമാനമനുസരിച്ച് അതിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ഇത് വെറും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു യുദ്ധം മാത്രമല്ല, പ്രത്യക്ഷത്തിലില്ലെങ്കിലും പരോക്ഷമായിട്ട് ചൈനയുടെയും റഷ്യയുടെയും സപ്പോർട്ട് ഇറാനുണ്ട്. അത് സംശയമില്ലാത്ത കാര്യമാണ്. അത് അമേരിക്ക പോലും അത് വ്യക്തമായിട്ട് അതിൽ ഒരു ധാരണ അവർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ റഷ്യയുടെയോ ചൈനയുടെയോ ഇൻ്റലിജൻസ് സംവിധാനമില്ലെങ്കിൽ വളരെ രഹസ്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന CIA കേന്ദ്രങ്ങൾ, അമേരിക്കയുടെ രഹസ്യാന്വേഷണ സംഘത്തിൻ്റെ കേന്ദ്രങ്ങൾ എങ്ങനെ വളരെ വ്യക്തമായിട്ട് ഇറാന് മനസ്സിലാക്കാൻ സാധിച്ചു? അത് വളരെ 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 ഉറപ്പുള്ളൊരു കാര്യമാണ്. റഷ്യയും ചൈനയും ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ട്രംപ് പൊതുവെ ഒരു എടുത്തുചാട്ടുകാരനായ ഒരാളാണ്. അതുകൊണ്ട് എപ്പോഴാണ് അമേരിക്ക റഷ്യയെ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് എന്നതാണ് നമ്മളെ വളരെയധികം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. അങ്ങനെ സംഭവിച്ചാൽ ആ നിമിഷം മുതൽ മൂന്നാം ലോകമഹായുദ്ധം തുടങ്ങുകയാണ്. അങ്ങനെ ഒരു മണ്ടത്തരം ട്രംപ് ചെയ്യരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ട്രംപിൻ്റെ കാര്യമാണ്, ഒന്നും പറയാൻ പറ്റത്തില്ല. പുള്ളിക്ക് അപ്പം തോന്നുന്നത് പുള്ളി ചെയ്യുന്ന ഒരാളാണ്. ഈ ഇമോഷണലി വൈകാരികമായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്ന ഒരാളാണ്. ഒരിക്കലും ഒരു ഭരണാധികാരി വൈകാരികമായിട്ടല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ചിന്തിക്കണം, ബുദ്ധി ഉപയോഗിക്കണം. ഭരണാധികാരികളെ സംബന്ധിച്ച് അവരെന്തെങ്കിലും എടുത്തുചാട്ടം ചെയ്താൽ അത് അവരുടെ രാജ്യത്തെ മാത്രമല്ല ലോകത്തെ തന്നെ ബാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ഭരണാധികാരി വൈകാരികമായി, തലച്ചോറ് ഉപയോഗിക്കാതെ വൈകാരികമായി പ്രവർത്തിച്ചതിൻ്റെ അനന്തരഫലമായിരുന്നു രണ്ടാം ലോകമഹായുദ്ധം. എത്ര കോടി മനുഷ്യരാണ്, നിരപരാധികളായ മനുഷ്യരാണ് ആ യുദ്ധത്തിൽ മരിച്ചത്. അപ്പോൾ ഞാൻ ശരിക്കും ആശങ്കപ്പെടുകയാണ്, ഇതൊരു ലോകമഹായുദ്ധത്തിലേക്കാണോ പോകുന്നതെന്ന്. കാരണം അമേരിക്കയ്ക്ക് ഏകദേശം ധാരണ കിട്ടിക്കഴിഞ്ഞു റഷ്യ ഇറാൻ്റെ പിന്നിലുണ്ടെന്നുള്ളത്. അപ്പോൾ റഷ്യ മാത്രമല്ല, ചൈന കൂടുതൽ ഇടപെടൽ നടത്തുന്നത് അല്ലെങ്കിൽ പിന്തുണ കൊടുക്കുന്നത് റഷ്യയാണ്. റഷ്യ അത് കൊടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഉക്രൈന് സപ്പോർട്ട് കൊടുക്കുന്നത്, ഈ പറഞ്ഞ പോലെ പുറകിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കുന്നത്, ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ അമേരിക്ക ഡയറക്റ്റ്ലി ഇൻവോൾവ് അല്ല, പുറകിൽ നിന്നാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ റഷ്യ ഇറാനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഉക്രൈനിൽ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ റഷ്യയ്ക്ക് വ്യക്തമായിട്ട് അറിയാം അമേരിക്കയാണ് ഉക്രൈനിൻ്റെ പുറകിൽ എന്നുള്ളത്. അല്ലെങ്കിൽ അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ എന്നേ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചാനെ. കാരണം നമുക്കറിയാം 2022 യുദ്ധം, ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം തുടങ്ങുന്നത്. 4 വർഷം കഴിഞ്ഞു. 2022 ഫെബ്രുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 4 വർഷം കഴിഞ്ഞു. ഇപ്പോഴും യാതൊരു ശമനവും ഇല്ലാതെ ഫുൾ സ്കെയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാറ്റോ രാജ്യങ്ങളും ഉക്രൈനെ സപ്പോർട്ട് ചെയ്യാൻ വരുവാണ് എന്നുള്ള ഏകദേശം ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് റഷ്യയെ വളരെയധികം പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ വന്നിരിക്കുന്നത്. എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും കൊടുത്തിരിക്കുകയാണ്. ഇതൊന്നും അടുത്ത കാലത്തൊന്നും തീരുന്ന ലക്ഷണമില്ല. അതാണ്, ടു ബി ഫ്രാങ്ക്, അതാണ് യാഥാർത്ഥ്യം. ഈ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന പോലെ തന്നെ വർഷങ്ങളോളം ഇത് നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. അത് ലോകമഹായുദ്ധത്തിലേക്ക് കടക്കുമോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തായാലും ഭരണാധികാരികൾക്ക് കുറച്ചൊക്കെ വിവേകമുണ്ടാവാനും തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കാനും സാധിക്കട്ടെ. ഈ ലോകത്തെ തെറ്റായ തീരുമാനത്തിലൂടെ സർവ്വനാശത്തിലേക്ക് കൊണ്ടുപോകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.